പ്രധാന വാർത്ത സർവകലാശാലകളിൽ വിഭജന ഭീതി ദിനാചരണം ആചരിക്കണമെന്ന ഗവർണറുടെ സർക്കുലർ വൈസ് ചാൻസലർമാർ കോളേജുകൾക്ക് കൈമാറി. കണ്ണൂർ കേരള വൈസ് ചാൻസലർമാരാണ് സർക്കുലർ കൈമാറിയത്. ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, കഴിഞ്ഞ ദിവസമായിരുന്നു ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനാചരണമായി ആചരിക്കണമെന്ന ഒരു നിർദ്ദേശം ഗവർണറുടെ ഭാഗത്തു നിന്നും VC-മാർക്ക് ലഭിച്ചത്. ഇപ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടമെന്നോണം വൈസ് ചാൻസലർമാർ കോളേജുകളിലേക്ക് സർക്കുലർ കൈമാറിയിരിക്കുന്നു. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? വലിയ തരത്തിലെ വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നിരുന്നെങ്കിൽ പോലും വൈസ് ചാൻസലർമാർ കൃത്യമായും ആ സർക്കുലറുകൾ കോളേജുകൾക്ക് കൈമാറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, സർക്കുലറിൽ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കോളേജുകൾ കേന്ദ്രീകരിച്ച് എന്തൊക്കെ പരിപാടികളാണ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള വിവരം കൂടി ഇന്ന് വൈകുന്നേരത്തിനകം തന്നെ അറിയിക്കണം എന്നൊരു നിർദ്ദേശം കൂടി ആ സർക്കുലറിൽ ഉണ്ട്. അതായത് ഗവർണർ പറഞ്ഞ കാര്യങ്ങൾ അതേപടി നടപ്പിലാക്കാനുള്ള ഒരു നീക്കം കണ്ണൂർ കേരള സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. സാധാരണ ഗതിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വലിയ തരത്തിലുള്ള വിമർശനം ഇതേ ചൊല്ലി ഉന്നയിച്ചിരുന്നു. പ്രധാനമായും ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് ഭരണഘടനാ ലംഘനമാണെന്നും ഇത്തരത്തിലൊരു നീക്കം നടത്താൻ ഗവർണർക്ക് ഒരു വിധത്തിലുള്ള അധികാരവും ഇല്ലെന്നും ഒക്കെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും ഗവർണർ പറഞ്ഞ കാര്യങ്ങൾ അതേപടി നടപ്പിലാക്കാനുള്ള ഒരു നീക്കം വൈസ് ചാൻസലർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ക്യാമ്പസുകളിൽ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായാൽ ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം ആചരിക്കുവാൻ മുതിർന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് സംഘർഷത്തിലേക്ക് ഉൾപ്പെടെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ക്യാമ്പസുകൾക്കുള്ളിൽ SFIക്കും KSUവിനും ഒക്കെ തന്നെ പിൻബലമുള്ള ക്യാമ്പസുകളാണ് കേരളത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു വിഭജന ഭീതി ദിനാചരണവുമായി കോളേജ് അധികൃതർ മുന്നോട്ടിറങ്ങുകയാണെങ്കിൽ അതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ക്യാമ്പസുകളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒപ്പം സംഘർഷങ്ങളിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ നീങ്ങും. ഇതുമായി ബന്ധപ്പെട്ട് വിഭജന ഭീതി ദിനവുമായി ബന്ധപ്പെട്ട് ചർച്ചകളും സെമിനാറുകളും സംഘടിപ്പിക്കണം, നാടകങ്ങൾ അവതരിപ്പിക്കണം എന്ന നിർദ്ദേശമാണ് ഗവർണർ നേരത്തെ വൈസ് ചാൻസലർമാർക്ക് നൽകിയിരുന്നത്. വൈസ് ചാൻസലർ, അതായത് പ്രത്യേകിച്ചും കേരള സർവകലാശാല വൈസ് ചാൻസലറും ഒപ്പം കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറുമാണ് ഈ സർക്കുലറുകൾ കോളേജുകൾക്ക് അയച്ചിരിക്കുന്നത്. ഒപ്പം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ എന്തൊക്കെ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളവരെ കുറിച്ച് വിവരങ്ങൾ നൽകണമെന്നും അതിൽ പറയുന്നുണ്ട്, സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കാളിദാസ്. ശരി, ഡി ബിനോയ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കാനായി ഗവർണർ കണ്ണൂർ കേരള വൈസ് ചാൻസലർമാർക്ക് സർക്കുലർ കൈമാറിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്നേ ദിവസം എന്തൊക്കെ പരിപാടികളാണ് കോളേജുകളിൽ സംഘടിപ്പിക്കുന്നത് എന്നുള്ളതും കൂടി അറിയിക്കാനായിട്ടുള്ള നിർദ്ദേശവും ഗവർണർ ചാൻസലർമാർക്ക് നൽകിയിട്ടുണ്ട്.